കണ്ടില്ല. ഇപ്പൊ തട്ടിവിടും, ഞാൻ അങ്ങോട്ട് പോട്ടെ. ആൽബം എന്തായാലും കട്ടിയല്ലോ. താങ്ക്സ്. ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. ഇല്ല, കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. ദുബായ്, ബഹ്റിൻ ടു ദുബായ്, ദുബായ് ടു. ടയേർഡായോ? ആ ടയേർഡാണ്. ഭയങ്കര അടിപൊളിയായിരുന്നു. ബാച്ചിലേഴ്സിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് ആയിരുന്നു. ഒത്തിരി സന്തോഷം. അടിപൊളി മാനേജ്മെന്റ്. സേഫ്. ബഹ്റിൻ അടിപൊളിയാണ്. ഒരുപാട് പ്രവാസികൾ. താങ്ക് യു. ഇത് മിറായെന്ന് കളറൊക്കെ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ബഹ്റിനിലെ. മിറായ എന്ന് പറഞ്ഞ ബ്യൂട്ടി സലൂണിൽ. ചേച്ചി ആ ഗ്ലാസ് വെക്കും, എന്നാലേ ചേച്ചി സെറ്റ് ആവും. ഈ പാതിരാത്രി ഗ്ലാസ് വെച്ചിട്ട് എന്തിനാ പറഞ്ഞത്? ആൽബം കണ്ടിട്ട് ഞാൻ ഇവിടെ വന്നതല്ലേ ഉള്ളൂ. അല്ല, എന്നാലും എല്ലാരും മെസ്സേജ് അയച്ചായിരുന്നു അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് മെസ്സേജ്. സ്പെഷ്യൽ ഒരു വലിയ പെട്ടി നിറച്ച ഒരു ഗിഫ്റ്റ് ഒക്കെ ഒരുപാട് പ്രവാസികൾ വന്ന് ഗിഫ്റ്റ് തന്നു. പിന്നെ ഒരു റിംഗ് കിട്ടി. ഇതൊരു ഗോൾഡ് റിംഗ്. കുറെ ഉണ്ടടാ. പിന്നെ ബാച്ചിലേഴ്സ് അടിപൊളിയാണ്, സൂപ്പറാണ്. പിന്നെന്താ, ഒത്തിരി ഫാമിലി ആൾക്കാരൊക്കെ വന്ന് നമ്മളെ കാണാൻ വന്ന്. അടിപൊളി, സൂപ്പർ. അവിടുത്തെ സ്പെഷ്യലായിട്ട് നമ്മുടെ സുവിൻ, അതുപോലെ നമ്മുടെ സൂര്യചേട്ടൻ, എല്ലാവരെയും മിസ് ചെയ്യുന്നു. ഇല്ല, ഇത് ദുബായിൽ നിന്ന് കൊണ്ടുവന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും പോണമല്ലോ. എല്ലാരും വിളിക്കുമല്ലോ, എന്തായാലും കണ്ടസ്റ്റൻസിനെല്ലാം പോണമല്ലോ. അറബി ഒന്നും ഗിഫ്റ്റ് തന്നില്ല. ദുബായ് റിയാലൊക്കെ ഇന്ത്യൻ റുപ്പിക്ക് മാറ്റിയോ? തീർച്ചയായിട്ടും മാറ്റി. ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഞാൻ മാറ്റി. എന്തായാലും അത്യാവശ്യം ക്യാഷ് ഒക്കെ ഉണ്ട്, ഒക്കെ നല്ല രീതിയിലുണ്ട്. അപ്പം മാറിക്കോ, ഞാൻ പോട്ടെ. ഇനിയിപ്പോ ഉടനെ ഇല്ലടാ. ഞാൻ എല്ലാരും മലയാളമല്ലേ നമ്മളെടുത്ത് ഒരു വീഡിയോക്കകത്ത് ഒരാള് ക്യാഷ് കൊണ്ടുതരുന്ന പോലെ ഒരു വീഡിയോ അത് ഓൾറെഡി നമുക്ക് തന്നതാണ്. നമുക്ക് ഓരോ ഗിഫ്റ്റൊക്കെ മേടിക്കാൻ തരുന്നതാണ്. പിന്നെ ആ സമയത്ത് ഞാൻ പാട്ട് പാടുമല്ലോ, ഞാൻ ശ്രദ്ധിച്ചില്ല എന്താ ചെയ്യുന്നത്. ആള് എന്തായാലും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. അവർ നമുക്ക് ഗിഫ്റ്റൊക്കെ തരും. ഗിഫ്റ്റ് അല്ലെങ്കിൽ വാങ്ങിച്ച് തന്നില്ലെങ്കിൽ അവർ ക്യാഷ് തരും. വാങ്ങിച്ചോ, പിള്ളേർക്ക് വാങ്ങിച്ചോളാനൊക്കെ പറയും. അപ്പോൾ ഹാപ്പി. എന്താ ചേച്ചി, എനിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വേണം. നിനക്ക് മൂന്നാമത്തെ മിക്കവാറും അവർ തന്നെ വിളിക്കും. എനിക്ക് തോന്നുന്നത് അടുത്ത ഈ മാസം 20-ാം തീയതി തന്നെ മേ ബി അങ്ങോട്ട് തന്നെ പറഞ്ഞു. ഓഫർ വരട്ടേന്നേ. എനിക്ക് ബഹ്റിൻ എന്നെ വിടണ്ടേ? ഈ ദുബായും ബഹ്റിൻകാരും എന്നെ വിടുന്നില്ല. അതുകൊണ്ട് അപ്പൊ എനിക്ക് ഗ്രാൻഡ് ഫിനാലേക്ക് വരണമല്ലോ, ചെല്ലണ്ടേ. ഇത് അവർ തന്നെയാണ് ബാച്ചിലേഴ്സിലെ നമ്മുടെ മാനേജ്മെന്റ് സെലക്ട് ചെയ്ത് തന്നതാണ്. ഞാൻ ഇത്രയൊന്നും ഇടത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു ഇതൊന്ന് ഇട്ട് നോക്ക് ചേച്ചി എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. എന്തോ അത് ദുബായിൽ നിന്ന് ചെയ്തതല്ലേ? ഒന്നും പറയല്ല. 4-5 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. നിങ്ങൾ വെയിറ്റ് ചെയ്യും. നല്ല ഗെയിമർ വിജയിക്കട്ടെ. നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നമ്മൾ പ്രപ്പോസ് ചെയ്താലേ നമ്മൾക്ക് അറിയത്തുള്ളൂ. നമ്മൾ ആരെങ്കിലും ക്രഷ് ചെയ്ത് തോന്നിയാലും നമുക്ക് അതിനെപ്പറ്റി അറിയത്തുള്ളൂ. അവരുടെ കാര്യം അവർക്കല്ലേ അറിയത്തുള്ളൂ. ബിഗ് ബോസിൽ ഇറങ്ങിയ ശേഷം അല്ലേ ദുബായ് ട്രിപ്പ്, ബഹ്റൈൻ. ചുമ്മാ ഇരുന്നിട്ടില്ല, വീട്ടിൽ വെറുതെ കുത്തിയിരുന്നിട്ടില്ലല്ലോ. അത് തന്നെ സന്തോഷമല്ലേ. ഒരുപാട് നല്ല ഗുണം ചെയ്യും. ഫുൾ ബിസി, നല്ല ബിസി. ഇനിയിപ്പം ഫിനാലേക്ക് പോകണമല്ലോ, ഉറപ്പല്ലേ? പോയിട്ട് വന്നിട്ട് എനിക്ക് വയ്യൊന്ന് മാറിക്ക്. പെൻഡിങ് ഷൂട്ടൊക്കെ നടക്കണം. ഇനി വന്നിട്ട് കുറച്ച് പ്രമോഷൻസ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഒരു മേ ബി ഉടനെ തന്നെ ഒരു ആഡ് ചെയ്യും, ഒരു ജ്വല്ലറിയുടെ ബഹ്റൈനിൽ. എമിറേറ്റ്സിന് യാത്ര പടം 3 ഇറങ്ങാൻ കിടക്കുന്നില്ലേ? വേറൊന്നും കമ്മിറ്റഡ് അല്ല. എമിറേറ്റ്സിലെ യാത്ര പൊളിയല്ലേ? പൊളി പോട്ടെ. പെണ്ണുങ്ങൾക്കൊക്കെ രാത്രി ഒറ്റയ്ക്ക് ധൈര്യത്തോടെ നടക്കാൻ പറ്റുന്ന പറയുന്നത് ശരിയാണോ? ഞാൻ ഒറ്റയ്ക്ക് നടന്നില്ലടാ, നടന്നില്ല. ധൈര്യം പിന്നെ അതിപ്പം ബഹ്റൈൻ എവിടെയാണെങ്കിലും നടക്കാമല്ലോ ധൈര്യമുള്ളവർക്ക്. പോട്ടെ. ഇത് എൻ്റെ മാനേജർ കരീഷ്മ വാങ്ങിച്ചു തന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതായി.
ഇപ്പൊ രേണു ചേച്ചി എന്തോ ഒരു എന്താടാ കാക്കക്കുയിലെ എന്താ വെച്ചാല് ഈ തങ്കച്ചനും അനുമോളും പണ്ട് റിലേഷൻ ആയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ റൂമേഴ്സ്. എൻ്റെ പൊന്നു കുഞ്ഞ്, ഞാൻ സ്റ്റാർ മാജിക്കിലെ അംഗമല്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡായിരുന്നു സ്റ്റാർ മാജിക്കിൽ. അപ്പോൾ അദ്ദേഹം എന്നോട് ഒന്നും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല ഇങ്ങനെ കാര്യങ്ങൾ. ഒന്നും അറിയില്ല, എനിക്ക് അറിയില്ലടാ. ഞാൻ ആ പരിപാടിക്കകത്തല്ലായിരുന്നു. എനിക്കറിയില്ല. സൂചേട്ടൻ അറിയാമായിരിക്കും. ഇപ്പോൾ സൂചേട്ടൻ ഇല്ലല്ലോ. ഇപ്പോൾ സൂചേട്ടനോട് നമുക്ക് ചോദിക്കാനും പറ്റത്തില്ല. ചോദ്യത്തിന് പ്രസക്തിയില്ല. എനിക്കറിയില്ലടാ. ചേട്ടനല്ലേ അഭിനയിച്ചുകൊണ്ടിരുന്ന അവിടെ, നമുക്കറിയില്ലല്ലോ. എങ്ങോട്ടാ? എന്തോ വരുത്തും. അപ്പൊ ആൽബം കത്തിയല്ലേ? എന്തോ കണ്ടു കേട്ടോ. കണ്ടോ? ആണല്ലേ? ഓ ശരി. അഭിനയമല്ലേ? എന്തായാലും അനീഷ് സജിന ചേച്ചിയുടെ ആൽബം, സജിന ചേച്ചിയാണ് നമ്മുടെ AD അസോസിയേറ്റർ അല്ലേ? പിന്നെ പുതിയ ആൽബം ഇറങ്ങാനുണ്ട്. ഇതുപോലെ ഇനിയിപ്പോ വേഷങ്ങളൊക്കെ വന്നാൽ ചെയ്യും. അല്ല പിന്നെ നമ്മൾ അഭിനയല്ലേ? കണ്ടില്ല. ലാലേട്ടനൊക്കെ ബിസിനസ് ക്ലാസ്സിലല്ലേ? ശരി സാർ. ലാലേട്ടനെ കാണാമല്ലോ. മിറായ സലൂണിലാണ് റെഡ് നമ്മുടെ ഹെയറൊക്കെ കളറൊക്കെ അടിച്ചു. എങ്ങോട്ടാ പോകണ്ടേ? എല്ലാം അടിപൊളിയായി. ഒരു കുഴപ്പമില്ല, എല്ലാം അടിപൊളി. അല്ലേലും ഞാൻ റീ സർവീസ് ചെയ്തായിരുന്നു റൂമിൽ പോയിട്ട്. അപ്പോൾ ഒന്നും കൂടെ അടിപൊളിയായി. പിന്നെ കളർ ചെയ്തു. തീർച്ചയായും കൊണ്ടുവരാം. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പെട്ടിക്കാതല്ലേടാ, അതിനി അയക്കണ്ടേ? പോക്കോട്ടെ. ഞാൻ ക്യാഷിനോട് ആർത്തിയുള്ള ഒരാളല്ല. ഒരിക്കലും എനിക്ക് ക്യാഷിനോട് ആർത്തിയില്ല. എനിക്ക് ഇന്നല്ല, ഒരിക്കലും എനിക്ക് ക്യാഷ് എന്ന് പറഞ്ഞൊരു ഇതിനോട് ആർത്തി ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതൊന്നും പറയത്തില്ലടാ. പണ്ടത്തെ രേണുസുതി പറയും, ഇപ്പോഴത്തെ രേണുസുതി പറയത്തില്ല. എങ്ങോട്ടാ? മേ ബി ആക്കും. ബ്രാൻഡ് അംബാസിഡർ ആക്കും. മേ ബി. ഷുവർ. അടിപൊളിയല്ലേ? തീർച്ചയായും. അപ്പൊ ബഹറിലാണ് ബ്രാൻഡ് അംബാസിഡർ. അല്ല, ആക്കുമായിരിക്കും, ചിലപ്പോൾ ആക്കുമായിരിക്കും. എല്ലാം അവരുടെ തന്നെ ഔട്ട്ലെറ്റാണ്. എല്ലാം അവരുടെ തന്നെ ഔട്ട്ലെറ്റാണ്. രേണു ചേച്ചിന്റെ പോസ്റ്റേഴ്സ് ഓരോന്ന് കാണണം ഞങ്ങൾ ആഗ്രഹം. 10,000-ങ്ങളായി. അതാണ് ഞങ്ങൾ ആഗ്രഹം. എന്തോടാ? ഇവിടുന്ന് കാസർഗോഡ് വരെ പോകുമ്പോ 10,000-കണക്കിന് രേണു ചേച്ചിന്റെ പോസ്റ്റേഴ്സ് കാണണം എന്നാണ് ഞങ്ങൾ. കാണട്ടെ. കാണുന്ന പോലെ കാണട്ടെ. എന്തായാലും ബാച്ചിലേഴ്സ് അടിപൊളി കേട്ടോ. സൂപ്പർ. സന്തോഷം. ആരോ വിന്നറായാലും നമുക്ക് സന്തോഷം. നമ്മൾ അവിടെ അടിച്ചു വിളിക്കാൻ പോകല്ലേ? ഇനിയിപ്പോ അടിച്ചുപൊളിയല്ലേ? എനിക്കറിയില്ല. ഞാൻ കാണാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ ഓട്ടമല്ലേ അങ്ങോട്ട് കണ്ടിട്ടില്ല. ഗെയിം പോലും. ഓക്കെ, ബൈ. ടാറ്റ, ബൈ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കരിയർ. താങ്ക് യു. ഇത് തന്നെയാണല്ലോ വണ്ടിയല്ലേ? ബൈ ചേച്ചി. അടുത്ത പ്രാവശ്യം നമ്മൾ ഓഡിയോ ബെൻസുമായി കാണാം. ടാറ്റ. ഒരു വണ്ടി എടുക്കോ സ്വന്തമായിട്ട്? വണ്ടി ഉണ്ടല്ലോ. ഉണ്ടായിരുന്നു. സൂചിച്ചാണ്ട് ഒരു കാർ ഉണ്ടായിരുന്നു. ഇനിയിപ്പം ഉടനെ എടുക്കുന്നില്ല. കാരണം മോൻ ഒരെണ്ണം എടുത്തല്ലോ. കിച്ചു ഒരെണ്ണം എടുത്തല്ലോ. ഇപ്പൊ ഇനി എടുത്തിട്ട് കമന്റ് വരും അവൻ എടുത്തോണ്ടാന്ന്. അവൻ നമ്മുടെ വണ്ടി തന്നെയല്ല അവൻ എടുത്തത്. ഒരുപാട് ലൊക്കേഷനിലൊക്കെ പോകാനുള്ളതല്ലോ. അതെനിക്കിഷ്ടം. ട്രെയിനും ബസ്സും ഒക്കെയാണ് ഇപ്പോഴും ഇഷ്ടം. സന്തോഷം. വണ്ടി എടുക്കും. വന്ന വഴി മറക്കാത്തവരാണ്. തീർച്ചയായിട്ടും ഞാൻ വന്ന വഴി മറക്കത്തില്ല. ഒരിക്കലും മറക്കത്തില്ല. എനിക്ക് പിസ്തി മണ്ടി പരിപ്പും. എവിടാടാ? കാക്കക്കോയിലാണോ? ഒരു ബദാമും കൊടുക്കണേ. ആയിക്കോട്ടെ. എടാ ഡോർ